ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ താരമായ റിച്ചാർലിസൺ ഇപ്പോൾ ദേശീയ ടീമിനു വേണ്ടി മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം, ബ്രസീലിന് വേണ്ടി അവസാനമായി കളിച്ച 13 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്ട്രൈക്കർ പൊസിഷനിൽ പലപ്പോഴും റിച്ചാർലിസണെയാണ് കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് ആഞ്ചലോട്ടിയുടെ ഇഷ്ടതാരമാണ് റിച്ചാർലിസൺ. നേരത്തെ എവേർട്ടണിൽ വെച്ചുകൊണ്ട് ആഞ്ചലോട്ടിക്ക് കീഴിൽ റിച്ചാർലിസൺ കളിച്ചിട്ടുണ്ട്. ആ ഒരു ഫേവറേറ്റിസം അദ്ദേഹം കാണിക്കുന്നു എന്ന ആരോപണങ്ങൾ ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ESPN ബ്രസീൽ നൽകിയിട്ടുണ്ട്. അതായത് റിച്ചാർലിസണോടുള്ള കാർലോ ആഞ്ചലോട്ടിയുടെ ഇഷ്ടത്തിന് കുറവില്ല. ഇപ്പോഴും ഈ താരത്തിൽ കാർലോ ആഞ്ചലോട്ടിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഭാവിയിൽ റിച്ചാർലിസണെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കാർലോ ആഞ്ചലോട്ടിയുടെ പദ്ധതി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ദേശീയ ടീം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ കാർലോ ആഞ്ചലോട്ടി അടുത്തുള്ള ആളുകളോട് പറഞ്ഞത് ഒരു ഐഡിയൽ നമ്പർ 9 ആയിക്കൊണ്ട് ആഞ്ചലോട്ടി പരിഗണിക്കുന്നത് റിച്ചാർലിസണെയാണ് എന്നാണ്. പക്ഷെ ആഞ്ചലോട്ടി വന്നതിന് ശേഷം റിച്ചാർലിസണ് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായിരുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തോടുള്ള ആ ഒരു ഇഷ്ടം കുറഞ്ഞിട്ടില്ല. റിച്ചാർലിസണെ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഈ പരിശീലകന്റെ പ്ലാനുകൾ എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബ്രസീലിയൻ ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നുണ്ട്. കാരണം കയ ജോർഹെ ഉൾപ്പെടെയുള്ള ഒരുപാട് മികച്ച സ്ട്രൈക്കർമാർ ഇപ്പോൾ അവിടെയുണ്ട്. ജാവോ പെഡ്രോ അവിടെയുണ്ട്. അത്തരത്തിലുള്ള സ്ട്രൈക്കർമാർക്ക് അവസരം നിഷേധിച്ചുകൊണ്ട് റിച്ചാർലിസണെ മാത്രം ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.